60 ലക്ഷം ടൺ TNT ഊർജ്ജം പുറത്തുവിട്ടുകൊണ്ട് ലോകത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ച വിസ്ഫോടനമായിരുന്നു ടോങ്ക ഭൂചലനവും അഗ്നിപർവ്വത വിസ്ഫോടനവും. 2022 ജനുവരി 13 സംഭവിച്ച ഈ വലിയ സ്ഫോടനം ടോങ്ക എന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രത്തെയാണ് ബാധിച്ചത്. സുനാമി തിരകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വീശിയടിച്ചു. ഇപ്പോഴും ഗവേഷകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല ദുരന്തത്തിന്റെ വ്യാപ്തി. ദ്വീപ് രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് സുനാമി തിരമാലകൾ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം ഇത്രയും തീവ്രതയോടുകൂടി ഇങ്ങനെയൊരു സ്ഫോടനം നടക്കാനുണ്ടായ യഥാർത്ഥ കാരണവും ഗവേഷകർ തേടിക്കൊണ്ടേയിരുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള മാഗ്മയും കടലിലെ ജലവും തമ്മിലുള്ള പ്രവർത്തനമാകാം ഇതിന് വഴിവെച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ 30 വർഷത്തിനിടെ ആദ്യമായി ഉണ്ടായ വലിയ പൊട്ടിത്തെറിയെ സംബന്ധിച്ച് പുതിയ ഗവേഷണം പുറത്തിറക്കിയിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞിരുന്നത് പോലെ മാഗ്മയും വെള്ളവും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന് പകരം വാതകം മൂലമായിരിക്കാം സ്ഫോടനം ഉണ്ടായത് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വതമായ ഹുങ്ക ടോങ്ക ഹുങ്ക ഹാപ്പൈ ആണ് പൊട്ടിത്തെറിച്ചത്. ജേണൽ ഓഫ് വോൾക്കാനോളജി ആൻഡ് ജിയോ തെർമൽ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നതനുസരിച്ച് 2021 ഡിസംബർ 19-നും 2022 ജനുവരി 15-നും ഇടയിൽ പൊടുന്നനെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിനുള്ളിലേക്ക് ഉപഗ്രഹ നിരീക്ഷണങ്ങൾ നടത്തിയെന്ന് പറയുകയാണ് ഗവേഷകർ. പർവ്വതത്തിനുള്ളിൽ വാതകങ്ങൾ നിറഞ്ഞ് മർദ്ദം കൂടി വന്ന് മൂടി പൊട്ടിത്തെറിക്കുന്നത് പോലെ പുറത്തേക്ക് സ്ഫോടനമുണ്ടായെന്ന് പറയുകയാണ് ഗവേഷകർ. അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ ചാരം 50 കിലോമീറ്ററുകളോളം ഉയരുകയും ഇത് ടോങ്കോയെ വലയം ചെയ്തു നിൽക്കുകയും ചെയ്തു. ഈ ചാരത്തിൽ സൾഫേറ്റ് കലർന്നിരുന്നു. ഇതോടൊപ്പം തന്നെ വിവിധ ലവണാംശവും നീരാവിയും സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലെത്തി. അഗ്നിപർവ്വതത്തിനുള്ളിൽ കുടുങ്ങിയ വാതകം മാസങ്ങളോളം കുമിഞ്ഞുകൂടുകയും പിന്നീട് മർദ്ദം കൂടി പൊട്ടിത്തെറിക്കുകയും സ്ഫോടനത്തിന് അത് കാരണമായപ്പോൾ വലിയൊരു ദുരന്തമാവുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ഊർജ്ജം വളരെ വലുതായിരുന്നു. അതിൽ നിന്നും പുറത്തുവരുന്ന ചാരം 58 കിലോമീറ്റർ ആകാശത്തേക്ക് എത്തുകയും 2800 അടി ആഴവും 1.2 മുതൽ 1.8 മൈൽ വരെ വീതിയുള്ള ഒരു ഗർത്തം ഉണ്ടാകാനും കാരണമാക്കിയെന്നാണ് ഗവേഷകർ പറയുന്നത്. അഗ്നിപർവ്വത ചാരം പരിസ്ഥിതിയിൽ കലർന്നതിനാൽ ശുദ്ധജല ദൗർബല്യ ലഭ്യതയും കോളറ, ഡയേറിയ, ത്വക്ക്, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ടോങ്കോയിൽ പടർന്നിരുന്നു. അഗ്നിപർവ്വത ചാരം മൂലം ടോങ്കോയിലെ ചെടികളുടെ ഇലകൾ പച്ചയിൽ നിന്ന് തവിട്ടു നിറമായി മാറുകയും ചെയ്തു. 1883 ക്രാക്കറ്റോവ സ്ഫോടനത്തെക്കാളും ശക്തമായ ടോങ്ക സ്ഫോടനം പാറയുടെ ആഴത്തിലുള്ള പാളികൾ പൊട്ടിത്തെറിച്ചാണ് ഉയർന്ന മർദ്ദമുള്ള വാതകം പുറത്തുവിട്ടതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. ഗ്യാസ് റിസർവോയർ കാലിയാവുകയും കടൽ വെള്ളം വിടവുള്ള ഗർത്തത്തിലേക്ക് ഒഴുകുകയും ചെയ്തതോടെ പൊട്ടിത്തെറി ഒടുവിൽ ശമിച്ചു.